ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത് ചെറിയൊരു വ്ളോഗാണ്. ഞാൻ വയനാട് പോയ സമയത്ത് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആഡ് ചെയ്തിട്ട് ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ലാസ്റ്റ് വീക്ക് വയനാട് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ വാപ്പച്ചിയുടെ മാമയുടെ ഫാമിലിയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റഷീദ് മാമ ആണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ സാറ്റർഡേ നൈറ്റ് നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അറൗണ്ട് മോർണിംഗ് ഒരു 7 or 8 ആ ഒരു ടൈമിലാണ് നമ്മൾ വയനാട് എത്തിയത്. അപ്പോൾ നമ്മൾ താമരശ്ശേരി ചുരം വരെ കയറിയാണ് നമുക്ക് പോയത്. ഓൾറെഡി റൂംസൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൂക്കോട്ടിലേക്കിലാണ് ഫസ്റ്റ് പോയത്. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ലഞ്ചിനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. വയനാട് അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടൽ, ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ് ഉപ്പുമുളകും. അപ്പോൾ നമ്മളെപ്പോൾ വയനാട് വന്നാലും വിസിറ്റ് ചെയ്യാറുള്ള ഒരു റെസ്റ്റോറൻറ്റ് കൂടെയാണ് ഇത്. ഇവിടെ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടും കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് റിസോർട്ടിലേക്കാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻമുട്ടി ഡാമിൻ്റെ അടുത്തുള്ള കോറോം ഹിൽസ് എന്ന ഒരു റിസോർട്ടിലാണ് ബുക്ക് ചെയ്തത്. നമ്മൾ വില്ലയായിട്ടാണ് ബുക്ക് ചെയ്തത്. അന്നത്തെ ഈവനിങ് നമ്മൾ റിസോർട്ടിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. വയനാട് നമ്മൾ മെയിനായിട്ട് വരുന്നത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രി ട്രൈ ചെയ്തത് പോത്തുംകാലാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേച്ചു. എല്ലാവരും ഒരു 6 മണിയൊക്കെ ആയ സമയത്ത് എഴുന്നേച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുറ്റ്യാടി ചുരത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറ്റ്യാടി ചുരത്തിൽ അത്യാവശ്യം നല്ല ടീ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പം രാവിലെ ചെറിയൊരു കോടയൊക്കെ ആയിട്ട് കുടിക്കാൻ നല്ല സുഖമാണെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങോട്ട് എല്ലാവരും പോവുകയാണ്. പക്ഷേ രാവിലെ റിസോർട്ടും ഭയങ്കര ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു തണുപ്പും എന്നാൽ അധികം മഞ്ഞും ഇല്ലാത്ത ഒരു നല്ലൊരു കാലാവസ്ഥയായിരുന്നു റിസോർട്ടിലും. അങ്ങനെ നമ്മളിപ്പം ചായ കുടിക്കാൻ എത്തി. അപ്പം നമ്മളെ ചായക്ക് മെയിനായിട്ട് പറഞ്ഞിരുന്ന ഒരു കടി എന്ന് പറയുന്നത് ഈ കാടമുട്ടയുടെ ചെറിയൊരു മസാല ഇട്ടൊരു സംഭവമുണ്ട്. അത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ എത്ര കഴിച്ചാലും മടുക്കത്തില്ല. അപ്പം അതും ഈ വയനാടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം വയനാട്ടിലെ ടീ ഷോപ്സിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കടികളൊക്കെ കാണാറുള്ളൂ. ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നത് ഒരു അരുവി കാണാനാണ്. അങ്ങനെ വലിയ ഫേമസ് ഒന്നുമല്ല, എന്നാലും ഇക്കാക്ക് ഇവിടെ ഇങ്ങനത്തെ ചെറിയ സ്ഥലമൊക്കെ അറിയാം. അപ്പോൾ അങ്ങോട്ട് ഞങ്ങളിങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇത് നമ്മുടെ റിസോർട്ട് അടുത്ത് തന്നെയുള്ള കോറോം ആ ഏരിയയിലുള്ള ഒരു ചെറിയൊരു അരുവിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തോട്ടപ്പുഴുക്കളുണ്ടായിരുന്നു. നമ്മളെല്ലാവരുടെയും തോട്ടപ്പുഴ കടിച്ചു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ മാമിയും റോഷിത്തായും അവരെല്ലാം കാറിൽ തന്നെ ഇരുന്നു. അപ്പം നമ്മൾ പിന്നെ അരുവി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ചെറിയൊരു കാട് പോലെ കയറിയിട്ട് പിന്നെ നമ്മൾ പോവുകയാണ് ചെയ്തത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു അരുവിയാണ് കേട്ടോ. ഇപ്പോൾ വേനലൊക്കെ ആണെങ്കിൽ നമുക്കവിടെ കുളിക്കാം. കാരണം ഇപ്പം മഴക്കാലം വേണ്ട അത്യാവശ്യമല്ല, അവിടെ തെന്നിക്കിടക്കുവാണ്. അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ കമ്പിയൊക്കെ പോലെ അതിന് ചുറ്റും കെട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ കുറേ നേരം അങ്ങനെ നിന്നില്ല കേട്ടോ. നമ്മൾ പിന്നെ നേരെ റൂമിലേക്കാണ് പോയത്. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമുള്ളൊരു റിസോർട്ടാണ് കേട്ടോ ഈ കോറോം ഹിൽസ്. കാരണം നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു പ്ലാന്റേഷൻ ഏരിയ ഉണ്ട്. അങ്ങോട്ടേക്ക് നമ്മൾ കയറി അവിടെ നിന്നും കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കോറോമിൻ്റെ ഒരു ടോപ്പായിട്ടാണ് ഈ റിസോർട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആ റിസോർട്ടിൽ നോക്കിയാൽ കോറോം ടൗണിൻ്റെ ഒരു ഫുൾ വ്യൂ കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും പൂളും അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇക്കാടെ സ്കൂളിലേക്ക് പോയി. കാരണം അവിടെ നിന്ന് ഇക്കാക്ക് കുറച്ച് ടീച്ചേഴ്സിനെയൊക്കെ എന്തോ കാണാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെയാണ് അങ്ങോട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വരികയാണ് ചെയ്തത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറേ ക്ലിപ്സൊക്കെ എടുക്കാൻ എനിക്ക് വിട്ടുപോയി. കാരണം എടുത്ത ക്ലിപ്സൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്ത ഒരു വ്ളോഗാണിത്. ഒട്ടും വ്ളോഗ് എടുക്കണമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ രാത്രി തൃശ്ശൂരിലുള്ള ശോഭാ സിറ്റിലും കൂടെ കയറിയിട്ട് ഇങ്ങനെ നമ്മുടെ 2 day ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. വളരെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.